നമ്മുടെ പ്രതിനിധി അരുൺകുമാർ ഇപ്പോൾ CPM വേണ്ടി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ശ്രീ അരുൺകുമാർ, ചുവരെഴുത്ത് നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇത്ര വലിയ പരാജയം ഒരു ദുസ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇടത് കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെ ഒരു വോട്ടൊഴുക്കാണ്. ഒരുതരം പ്രതികാര ബുദ്ധിയോടെ അരുൺ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതികാര ബുദ്ധിയോടെ സർക്കാർ മനസ്സിലാക്കുന്നുണ്ടോ? അത്ര വലിയ ജനരോഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന ഇടതു മുന്നണി എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടോ ഈ നിമിഷത്തിലെങ്കിലും? ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2004 ഒഴിച്ചു നിർത്തിയാൽ മുന്നേറ്റമുണ്ടാക്കുന്ന ഒരു ചരിത്രം തന്നെയാണ് ഉള്ളത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന NDA ഭരണം അത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും നടത്തി. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രാജസ്ഥാനിലടക്കം സീറ്റ് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 2 സീറ്റ് വിജയത്തിന്റെ വക്കിലാണ്. ബംഗാളിലും ഒരു സീറ്റ് ലീഡ് ചെയ്തിരുന്നു. ഇപ്പോഴും അവിടെ വോട്ടെണ്ണൽ തുടരുകയാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴും തൃശ്ശൂർ BJP വിജയിച്ചത് അതീവ ഗൗരവത്തോടെ തന്നെ കാണുകയാണ്. നേമത്തടക്കം BJP ഇതിനു മുമ്പ് നിയമസഭാ സീറ്റ് ഒരു തവണ ജയിച്ചപ്പോൾ കോൺഗ്രസിന്റെ വലിയ വോട്ട് BJPയിലേക്ക് ഒഴുകിയ ഒരു ചരിത്രം നമ്മൾ കണ്ടിരുന്നു. ആറ്റിങ്ങലിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നു എന്ന വാർത്ത ഇതാ വന്നിരിക്കുന്നു. 794 വോട്ടിന് UDFന്റെ അടൂർ പ്രകാശ് മുന്നിലായിരുന്നെങ്കിൽ ആറ്റിങ്ങലിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. കേരളത്തിൽ 2ഇടത്ത് ഇപ്പോൾ LDF മുന്നിലുണ്ട്. 1 എന്ന് പറയുന്നത് 2ആയി മാറുന്നു. 1741 വോട്ടിന് കനൽ 2 തരി മതി. ഓക്കെ, ആരും തുടർന്നോളൂ. നിയമമണ്ഡലത്തിൽ പണ്ട് കോൺഗ്രസ് 65,000-ലധികം വോട്ടുണ്ടായിരുന്നു. ആ 65,000 വോട്ട് 13,000-ആയി കുറഞ്ഞപ്പോഴാണ് അവിടെ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം 2019 77.94% പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. അത് 2024 ആയപ്പോൾ അത് 72.9%, 5% പോളിംഗ് കുറഞ്ഞു. അങ്ങനെ പോളിംഗ് കുറയുമ്പോഴും 2019 LDFന് കിട്ടിയ വോട്ടിൽ നിന്ന് 10,000-ലധികം വോട്ടിന്റെ വർധനവാണ് ഈ വർഷം ഉണ്ടായത്. 2019 ഞങ്ങൾക്ക് തൃശൂർ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് 3,21,456 ആയിരുന്നു. എന്നാൽ ഈ വർഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 3,31,538 10,000-ഓളം വോട്ട് ഞങ്ങൾക്ക് കൂടി. എന്നാൽ UDFന് കഴിഞ്ഞ തവണ കിട്ടിയതിനാൽ 1,00,000 വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2019 TN പ്രതാപന് കിട്ടിയത് 4,15,089 വോട്ടാണ്. ഈ തവണ 3,22,995 കുറഞ്ഞു. ഏകദേശം 1,00,000 വോട്ടിന്റെ കുറവുണ്ടായി. BJPക്ക് 1,05,000 വോട്ടിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസിന് 1,00,000 വോട്ട് കുറയുന്നു, BJPക്ക് 1,00,000 വോട്ട് കൂടുന്നു. മെച്ചപ്പെടുത്തുന്നു. 3,794 കൂടുന്നു.